ഒരേ സമയം നിന്നോടും ദൈവത്തോടും എന്ന കവിതാ സമാഹാരത്തിലെ അഹമ്മദ് മുഈനുദ്ദീന്റെ കവിതയാണ് നദിയെ വായിക്കുന്നു. നദി ജനാല വഴി വന്ന് അതുവഴി തന്നെ തിരിച്ചു പോവാറുണ്ട്. കാറ്റിന് സമാന ജീവിതം നദിക്കുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. വീട്ടിൽ ഇടയ്ക്ക് വരും, ദിവസങ്ങളോളം തങ്ങും. എപ്പോൾ വരുമെന്ന് മാത്രം പറയാനാവില്ല. തളർവാദ പിടിച്ച പോലെ കിടക്കുന്നത് കണ്ടാൽ മാനിനെ പോലെ ഇനി ഓടാനാവില്ലെന്ന് തോന്നും. നമ്മുടെ ആലോചനകൾക്ക് മീതെ അന്നേരം തന്നെ ഒഴുകി വിസ്മയിപ്പിക്കും. വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചാൽ തടസ്സങ്ങൾ ഉണ്ടാകരുതെന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നദിക്ക് കൂടി കഴിയാൻ പാകത്തിലാണ് വീട് പണിതിരിക്കുന്നത്. അതിഥികൾക്ക് വേണ്ടി സോപ്പും തോർത്തും ബെഡ്ഷീറ്റും ഒക്കെ കരുതി വെക്കും പോലെ ചില ഒരുക്കങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പറഞ്ഞത് കേട്ട് മുഖം ചുളിക്കണ്ട. കഴിഞ്ഞ വരവിൽ എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുപോയതാണ്. വായിച്ചതാണെങ്കിലും സ്വന്തമായി വേണമെന്ന് കരുതി വെച്ചതാണ്. ആവശ്യമില്ലാത്തതൊന്നും നദി കൊണ്ടുപോകില്ല. ഏറ്റവും കുലീനമായാണ് നദി ഇടപെടുക, അക്ഷോഭ്യമായാണ് സംസാരിക്കുക. ഒരു കാര്യം നമ്മളും ഓർക്കണം, ഒരു നദിക്കെപ്പോഴും നദി മാത്രമായിരിക്കുക അസാധ്യമാണ്. ഒരു നദിക്കെപ്പോഴും നദി മാത്രമായിരിക്കുക അസാധ്യമാണ്. സമകാലീന കേരളത്തിലെ പ്രളയത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കവിതയാണ് മൊയ്നുദ്ദീന്റെ നദി വായിക്കുന്നു എന്നത്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി വീടുകളുടെ ഉയരം കൂട്ടിയും കുറച്ചും സിമന്റ് കട്ടകൾ കൊണ്ട് പടുതുയർത്തുന്ന ആ വീടകങ്ങളെ തേടി നദി ഒരിക്കൽ വരുമെന്നത് തീർച്ചയാണ്. എത്രയൊക്കെ കൊട്ടിയടക്കപ്പെട്ടാലും അവ നമ്മെ തേടി വരും. ചിലപ്പോൾ ആ പ്രകൃതി ദുരന്തത്തെ താങ്ങാൻ ഒരു മനുഷ്യനെ കൊണ്ട് ആയെന്ന് വരില്ല. അത് കുറെ കാലങ്ങളായി നാം പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പ്രകൃതിക്ക് ഇണങ്ങും വിധം നമുക്കും ജീവിക്കാം. എല്ലാവർക്കും സ്നേഹം.